സദ്യകളിലൊക്കെ വളരെ പ്രധാനമുള്ള ഒരു സൈഡ് ഡിഷാണ് കുറുക്ക് കാളൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറുക്ക് കാളൻ എങ്ങനെയാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മൈമാസിമോൻ, വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ഈ കുറുക്ക് കാളൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് കൽച്ചട്ടിയാണ്. കൽച്ചട്ടിയിലോ മൺചട്ടിയിലോ ഒക്കെ ഉപയോഗിക്കാം. നമുക്കിവിടെ വേണ്ടത് ഒരു അരക്കപ്പ് ചേന, ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തേക്കുന്നതാണ്. അരക്കപ്പ്. ഈ അളവെന്ന് പറഞ്ഞാൽ ഒരു 4 പേരുടെ ഫാമിലിക്കൊക്കെ കഴിക്കാനായിട്ടുള്ള ഒരു പോർഷനാണ്. ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ചേർക്കാം. ചില സമയത്തുള്ള ചേന പെട്ടെന്ന് വേവുന്നതാണ്, ചില സമയത്ത് താമസം വരും. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച ശേഷം പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് കായ ഇടും. നല്ലൊരു തിള വന്നു, 2-3 മിനിറ്റ് തിളച്ചു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ കായ ഇടാം. ഇത് അരക്കപ്പ് കായ. അര ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കൂടാതെ കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർക്കാം. മുളക്, മഞ്ഞൾ, പെപ്പർ നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇവിടെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ടാണ് അത് ഇതിനകത്തേക്ക് ചേർക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ട് വേവുന്നവരെ വേവിച്ചെടുക്കാം. ഇത് ചേനയും കായും വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്ന അരക്കപ്പ് നിറച്ച തേങ്ങയാണ് ഈ ബോളിലേക്ക് ഇടുക. കൂടാതെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ കാന്താരി ചേർക്കാം. ഒരു 4 ചെറിയ കാന്താരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരയ്ക്കാനായിട്ട് ഞാൻ തൈര് ഉപയോഗിച്ച് തന്നെയാണ് അരയ്ക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ നമുക്കൊരു 1.5 കപ്പ് തൈരാണ് വേണ്ടേ. 1.5 കപ്പ് തൈര് ഞാനിങ്ങനെ സെപ്പറേറ്റായിട്ട് ഉറയൊഴിച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. ഇനി ഇവിടെ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി വരണം. അപ്പോൾ കൽച്ചട്ടിയിൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവണം. വെള്ളം ഇല്ലാണ്ട് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ കൽച്ചട്ടി പൊട്ടിപ്പോവും. അതുകൊണ്ട് എപ്പോഴും ചെക്ക് ചെയ്യുക ഇടയ്ക്ക്. വെള്ളം മൊത്തം പറ്റണം, അതുവരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടുത്തെ ഈ വെള്ളം എല്ലാം പറ്റി തീരുന്ന സമയം കൊണ്ട് നമുക്ക് തൈര് റെഡിയാക്കി വെക്കാം. മൊത്തം 1.5 കപ്പ് തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊന്ന് ഉടച്ചെടുക്കാം. ഇവിടെ കായും വെന്തു, ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം പറ്റണം, അതിന് ശേഷം നമുക്ക് മോരൊഴിക്കാം. അപ്പം വെള്ളം എല്ലാം പറ്റി. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് തൈര് ചേർക്കാം. ഉടച്ചു കൊടുത്ത തൈര്. തൈര് ഒഴിക്കുമ്പോൾ നല്ല കട്ടിയാണെങ്കിലും ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതങ്ങ് ഒരു അയവ് വരും, ഇച്ചിരി വെള്ളം പോലെ ആവും. അപ്പോൾ ആദ്യം കുറച്ച് നേരം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് ചൂടാകുന്നവരെ ഇളക്കി കൊടുക്കുക. ഇപ്പം തൈര് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇത് പറ്റി ഇതിൻ്റെ പകുതി ആകുന്നവരെ കുക്ക് ചെയ്യുക. തൈര് തിളയ്ക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നു പേടിക്കണ്ട, പിരിയാണ്ട് തന്നെ നല്ല പരുവത്തിന് കിട്ടും. ഇപ്പം കണ്ടത് നല്ല തിക്കായി. നമ്മുടെ തൈരൊക്കെ നേരെ പകുതിയായിട്ട് കുറുകി ചേർന്നിട്ടുണ്ട്. നല്ല തിക്ക് പരുവായി. നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർക്കാം. നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതാണ് നമ്മൾ തേങ്ങ അരച്ചേക്കുന്നത്. ഇനി ഈ അരപ്പും കൂടെ ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരപ്പൊന്ന് വേവണം. വീണ്ടും അടച്ച് കുറച്ച് നേരം അരപ്പൊന്ന് കുക്കാവാനായിട്ട് വെക്കാം.
ആ പച്ച മണം മാറണം, തേങ്ങയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് മാറണം, അതുവരെ അരപ്പൊന്ന് വേവണം. ഇവിടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യുക. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കുക. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ്. ഇത് കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ തിളയ്ക്കും. അടുത്തായിട്ട് നമുക്ക് കടുക് വറുത്തിനകത്തേക്ക് ചേർക്കാനായിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിനകത്തേക്ക് കുറച്ച് കടുക് ചേർക്കാം. 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ, ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില. ഇത് ഓഫ് ചെയ്ത ശേഷം നമുക്കിനകത്തേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. അത്ര വളരെ കുറച്ച് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത ശേഷം കാളനിലേക്ക് ചേർക്കാം. അത് അടച്ചു വെക്കാം. അതിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ കൽച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പം ഈ കൽച്ചട്ടി വെച്ച് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പം തലേദിവസം ഒക്കെ വേണമെങ്കിൽ കുറുക്ക് കാളൻ ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ 1-2 ആഴ്ചയൊക്കെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തിരുന്ന് ഇതൊന്നുകൂടെ തിക്കാവും. ചൂടാറുമ്പോഴത്തേക്ക് നല്ലൊരു തിക്ക് പരുവാവും. ഞാനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റുകയാണ്. സദ്യകളിൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ കുറുക്ക് കാളൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഇത് നമ്മൾ സദ്യയിലൊക്കെ ഇലയിൽ സെർവ് ചെയ്യുമ്പോൾ ആ തൊട്ട് കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൂട്ടുന്ന കാളൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഈ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. പുറത്ത് തന്നെ ഓണത്തിൻ്റെ തലേന്നൊക്കെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.